ഓണം വെക്കേഷൻ കഴിഞ്ഞ് ഇന്ന് സ്കൂൾ തുറന്നു. മിക്കവാറും പല വിഷയത്തിൻ്റെയും ആൻസർ പേപ്പർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ ആൻസർ പേപ്പർ കിട്ടിയെന്നും ഓരോന്നിനും എത്ര മാർക്കാണ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യുക. ഒരു കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഈ കിട്ടിയ മാർക്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ. യെസ്, വെൽക്കം ടു എഡ്യൂപോഡ് +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നിങ്ങളിൽ പലരും കിട്ടിയ മാർക്കിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, കാരണം സ്കൂൾ ടീച്ചേഴ്സ് നടത്തിയിട്ടുള്ള എക്സാമാണ്. ചിലപ്പോൾ കുറേ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷേ ചിലർ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. കാരണം ചില ആളുകൾക്കൊന്നും വിചാരിച്ച പോലെ എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്തായാലും നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാം ക്രിസ്മസ് എക്സാമാണ്. അപ്പോൾ ഓണം എക്സാമിന് മാർക്ക് കുറഞ്ഞ ആളുകളും ഓണം എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റാത്ത ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം ക്രിസ്മസ് എക്സാമാണ്. ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഉഴപ്പാണെങ്കിൽ പിന്നെ 3 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാം നടക്കും. ആ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉഴപ്പിപ്പോവും. കാരണം ഓണം എക്സാമിന് ഓൾറെഡി 30% പോർഷൻ നിങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. ക്രിസ്മസ് എക്സാമിന് ആകെയുള്ള പോർഷൻസിൻ്റെ ഒരു 80% ക്രിസ്മസ് എക്സാമിന് ചോദിക്കും. ആ ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് അടിപൊളിയാക്കണം, ആ ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് ഉഷാറാക്കണം, ആ ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് ജില്ലാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ 3 എണ്ണമാണ്. ഒന്ന്, പഠിക്കും, ഞാൻ എഫേർട്ട് ഇടും, ഞാൻ കഷ്ടപ്പെടുന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമത്തത്, വീക്കിലി 5 ഡേയ്സ് ഡെയിലി 3 hours വെച്ച് പഠിക്കാൻ തയ്യാറാവുക. ഇങ്ങനെയൊക്കെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് സെറ്റാക്കാൻ ഒരാൾ കൂടെ വേണം. അതാണ് നമ്മുടെ എഡ്യൂപോഡിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. എഡ്യൂപോഡിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച മാർക്ക് ക്രിസ്മസ് എക്സാമിനും അതിനുശേഷം നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാമിലും ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. അപ്പോൾ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓണം എക്സാം നിങ്ങൾ സ്കൂൾ ടീച്ചേഴ്സാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടത്, പക്ഷേ ക്രിസ്മസ് എക്സാം ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. സെൻട്രലൈസ്ഡ് ആയിട്ടൊരു എക്സാം ആയിരിക്കും, ഗവൺമെൻറ് തന്നെ ഇടുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. മിക്കവാറും അതിൽ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ കണ്ടൻറ്റ് ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരും. അങ്ങനെ കണ്ടൻറ്റ് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണമെങ്കിൽ സ്കൂളിലെ ക്ലാസ് മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കാര്യം എനിക്ക് തോന്നുന്നില്ല. കാരണം സ്കൂളിൽ പോർഷൻസ് ഒക്കെ ഒന്ന് സ്പീഡാവുന്ന സമയമാണ്, കാരണം ആർട്സ് സ്പോർട്സ് അത് ഇതൊക്കെ പറഞ്ഞ് വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടൻറ്റ് സെറ്റ് ആക്കണമെങ്കിൽ ഒരു നല്ല ട്യൂഷൻ നിങ്ങൾക്ക് വേണം. അതാണ് എഡ്യൂപോഡിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലൂടെ നമ്മൾ തരുന്നത്. നിങ്ങൾക്ക് അവസരങ്ങൾ വല്ലപ്പോഴേ വരുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഓണം എക്സാമിന് കിട്ടിയ മാർക്ക് നിങ്ങളുടെ എഫേർട്ടിൻ്റെ പരിശ്രമത്തിൻ്റെ വിജയമാണ്. പക്ഷേ നിങ്ങൾ കുറച്ചധികം എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ, കുറച്ചധികം പഠിച്ചിരുന്നെങ്കിൽ ഏറ്റവും മികച്ച മാർക്ക് നിങ്ങൾക്ക് ഓണം എക്സാമിന് നേടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ആ എഫേർട്ട് നിങ്ങൾ കുറച്ചു, ആ പരിശ്രമം നിങ്ങൾ കുറച്ചു. അപ്പോൾ ഓണം എക്സാമിന് കിട്ടേണ്ട മാർക്ക് പലർക്കും കിട്ടിയിട്ടില്ല. പക്ഷേ ക്രിസ്മസ് എക്സാം ഒരിക്കലും അങ്ങനെ ആക്കരുത്. കാരണം ക്രിസ്മസ് എക്സാമിന് ശേഷം നിങ്ങൾക്ക് പബ്ലിക് എക്സാമാണ്. ക്രിസ്മസ് എക്സാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സെമി ഫൈനലാണ്. ആ സെമി ഫൈനലിൽ മികച്ച മാർക്ക് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ കണ്ടന്റ് നിങ്ങൾക്ക് സെറ്റ് ആവണം, കോൺസെപ്റ്റ് ക്ലിയർ ആവണം. അതൊക്കെ സെറ്റാക്കി നിങ്ങളൊരു ട്യൂഷൻ മസ്റ്റാണ്. ആ ട്യൂഷൻ എവിടെ കിട്ടുന്നുണ്ടാ? എഡ്യൂപോഡിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഗൈസ് വിൽ ബി ഗോൺ അറ്റ് ദ ടോപ്പർ ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിൽ ടോപ്പർ ആവും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ എനിക്കൊരു മെസ്സേജ് nafi.edupod അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കൊക്കെ ഓണം എക്സാമിൽ മാർക്ക് കുറഞ്ഞു പോയി, അവർക്ക് ക്രിസ്മസ് എക്സാം ഉഷാറാക്കാൻ താല്പര്യമുണ്ടോ, അവർക്കൊക്കെ വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ. മെസ്സേജ് അയക്കേണ്ടത് മെസ്സേജ് അയക്കുക nafi.edupod. പിന്നെ ഞാൻ ആദ്യം കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.